ഇത് വളഞ്ഞെങ്ങാനം വാട്ടർഫാളാണ്. നമ്മുടെ കുട്ടിക്കാനത്തേക്ക് പോകുന്ന വഴി കോട്ടയം കുമളി റോഡ്. ഇവിടെ ഇപ്പം ബ്ലോക്കിലാണ്, കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഒരു ലോറി അപകടത്തിൽപ്പെട്ടതാണ് ഈ ബ്ലോക്കിന് കാരണം. ഈ ലോറി അപകടത്തിൽപ്പെടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗ്രാഫ് നോക്കൂ, അതിനകത്ത് ആ റെഡ് മാർക്ക് ചെയ്തേക്കുന്ന സ്ഥലം നോക്കൂ. ആ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന അവിടെ റെഡ് മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആ വളവ് തിരിയാതെ ലോറി വന്ന് താഴെ റോഡിലേക്ക് വീഴുകയായിരുന്നു ചെയ്തത്. ലോറി ക്രോസിലേ വീണ് അതുകൊണ്ട് റോഡ് മൊത്തം ബ്ലോക്കായി. ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചാക്കുമായി തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടിയാണ്, എറണാകുളത്തേക്ക് പോവുകയാണ്. ഈ ലോറി റോഡിൽ ക്രോസ് ചെയ്ത് കോട്ടയം കുമളി റോഡിൽ ക്രോസ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് വളരെ ഒരു നാരോ സ്പേസ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് കഷ്ടിച്ച് ബൈക്ക് മാത്രമേ പോകുള്ളൂ. അപ്പോൾ ഇത് മാറ്റുന്നതിനുള്ള ശ്രമത്തിലാണ്. ഈ ലോറി മറിഞ്ഞ് വീഴുന്ന അവസരത്തിൽ ഒരു KSRTC ബസ്സും ഒരു കാറും ഇതിന് ജസ്റ്റ്, അതായത് ഇതിൽ തട്ടാതെ രക്ഷപ്പെടുകയായിരുന്നു. KSRTC ബസ്സിൽ തട്ടിരുന്നെങ്കിൽ ഈ റോഡിൽ നിന്നും താഴേക്ക് പതിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 300 അടിയോളം താഴ്ചയുള്ള ഒരു ഗർത്തമാണ് അവിടെ ഉള്ളത്. വളരെ ഭീകരമായ ഒരു അപകടമുണ്ടാകും. ഇതിപ്പോൾ 50 അടി മുകളിൽ നിന്നാണ് താഴേക്ക് വീണേക്കുന്നത്, മുകളിൽ നിന്ന് താഴേക്കാണ് വീണേക്കുന്നത്. അപ്പം ഈ ലോറി മാറ്റുന്നതിന് വേണ്ടി ഉള്ള ശ്രമത്തിലാണ് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും. നാട്ടുകാരുടെ എല്ലാവരുടെയും കാര്യത്തിൽ വണ്ടിക്കാർ എല്ലാം ഇങ്ങനെ 3 മണിക്കൂറായി സ്റ്റക്കായി നടക്കുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും മാറ്റുന്നതിനുള്ള ശ്രമത്തിലാണ്. അതുവഴി വന്നൊരു ലോറി ഉപയോഗിച്ച് കെട്ടിവലിച്ച് മാറ്റാനുള്ള ശ്രമത്തിലാണ്. ആദ്യ ശ്രമം പരാജയപ്പെട്ടു. 3 മണിക്കൂറായിട്ട് കോട്ടയം കുമളി റോഡ് കംപ്ലീറ്റായിട്ട് ട്രാഫിക് ബന്ധായിരിക്കുകയാണ്. നമുക്ക് ആ ഡീസൽ ടാങ്ക് ചോരുന്നുണ്ട്. ക്യാബിനാണിത്. ഇതിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ട്. ഇതിന് എങ്ങനെയെങ്കിലോ എടുത്തതാണ്. ഗുരുതരാവസ്ഥയിലാണ് ഡ്രൈവറുടെ അവസ്ഥ. അപ്പം കോട്ടയം കുമളി റോഡ് 3 മണിക്കൂറായിട്ട് ബ്ലോക്കിലാണ്. ഒന്ന് ചലിക്കുക പോലും ചെയ്യാതെ വണ്ടികൾ കൃത്യനിഷ്ഠതയോടുകൂടി അവരവരുടെ ട്രാക്കിൽ ഇട്ടിരിക്കുകയാണ്. ഇത് അങ്ങ് താഴെ മുണ്ടക്കയം വരെ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്.